ലോകം മുഴുവൻ നശിക്കാൻ പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും. അമേരിക്കയുടെ പിടിവാശിയും അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന ഈ സ്വാർത്ഥ താല്പര്യങ്ങളും മാത്രമാണ് ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊപ്പം ഇനി നിൽക്കണ്ട എന്ന തീരുമാനമെടുക്കുന്നത്. ഈ ലോകം നശിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ചെന്നെത്തുന്നത് എങ്ങനെയാണ്? ഈ ലോകം കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭക്ഷ്യക്ഷാമം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തും വേണ്ടത്ര ആഹാര പദാർത്ഥങ്ങൾ കിട്ടാത്ത ഒരു ദുരന്ത സമാനമായ സാഹചര്യം. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്നതോടെ പല മേഖലകളിലേക്കും പല ആവശ്യങ്ങൾക്കും പോകുന്ന കപ്പലുകളുടെ ഈ യാത്ര തടസ്സപ്പെടുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിലിന്റെ വില അല്ലെ ഇന്ധനത്തിന്റെ വില ബാരലിന് 100 മുകളിലേക്ക് ഉയരും. ഇപ്പൊ തന്നെ ബാരലിന് 100 മുകളിലേക്കൊക്കെ ഉയർന്നിട്ടുണ്ട്. അത് 150 മുതൽ 200 വരെ ആയാൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ ആഗോള തലത്തിൽ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും. ഇതിനെ മറികടക്കാൻ ഒരു പക്ഷേ അമേരിക്കയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ പെട്ടെന്നൊന്നും സാധിച്ചെന്ന് വരില്ല. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഇതേപോലെ 2-3 മാസം തുടർന്നാൽ ഇതൊരു വൈറസ് പോലെ പടർന്നു പിടിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോ വിതരണ ശൃംഖലകളെ ഇത് ബാധിക്കും എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എണ്ണ വ്യാപാരം ഉണ്ടാകില്ല, അതുപോലെ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ നീക്കം ഉണ്ടാകില്ല, അതുപോലെ മറ്റ് അവശ്യ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല. ഇവിടെയൊക്കെ തന്നെ ഇറാൻ എടുക്കുന്ന കടുത്ത നിലപാട് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഇത്രയും കാലം അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാൻ ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചാൽ ഞങ്ങൾ അവിടെ ഒരു പുതിയ കപ്പൽശാല സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ അതുവഴി പോകുന്ന കപ്പലുകൾക്ക് അല്ലെങ്കിൽ ഇന്ധന ടാങ്കറുകൾക്ക് ആഗോള തലത്തിലുള്ള ഒരു നേവിയുടെ സപ്പോർട്ട് ഉണ്ടാകും. വിവിധ രാജ്യങ്ങളിലെ നേവികളെ സംയോജിപ്പിച്ചുകൊണ്ട് സംയുക്ത നേവൽ പിന്തുണ അത് നൽകാം. അങ്ങനെയാണെങ്കിൽ ഇറാൻ ആക്രമിക്കാൻ പറ്റില്ല. കാരണം ഇറാൻ ആക്രമിച്ചാൽ ജർമ്മനിയും ജപ്പാനും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കാനഡയും എല്ലാം തിരിച്ചാക്രമിക്കും. ഇതായിരുന്നു തന്ത്രം. പക്ഷേ നാറ്റോ രാജ്യങ്ങൾ അതിനോട് യോജിച്ചില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന യുദ്ധം ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന സഖ്യം ഇറാനെ ആക്രമിക്കുകയാണ്. ഇതിനകത്ത് എന്തിനാണ് നാറ്റോ രാജ്യങ്ങൾ പങ്കെടുക്കുന്നത്? അവർ ഉന്നയിച്ച സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ഇനി മറ്റൊരു കാര്യം, എണ്ണ പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രാസവളങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മാർച്ച് മാസത്തിലാണ് ലോകത്ത് വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ കർഷകർ വളങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്. ഈ വളങ്ങൾ പോകുന്നതും കപ്പൽ വഴി തന്നെയാണ്. എളുപ്പമുള്ള മാർഗം ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലേക്കും ആവശ്യത്തിനുള്ള വളം ഇപ്പോൾ എത്തിക്കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ രാസവളങ്ങളുടെ വില കുതിച്ചു വരികയാണ്. എണ്ണയ്ക്ക് വില കുതിച്ചു വരുന്നത് എന്ത് പ്രതിസന്ധി സൃഷ്ടിക്കുമോ അതിന് സമാനമാണ് രാസവളങ്ങളുടെ വില കുതിച്ചു വരുന്നത്. ഇപ്പോൾ വളം മണ്ണിലേക്ക് ഇട്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് ഫലം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രയോജനം ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ വളപ്രയോഗം ഇപ്പോൾ നടത്തിയില്ലെങ്കിൽ 2-3 മാസത്തിന് ശേഷം ഈ വിളവെടുപ്പ് തുടങ്ങിയല്ലോ, പിന്നീട് ഈ ഫലം വളരെ കുറയും. അതായത് വിളവെടുപ്പ് നടക്കുമ്പോൾ ഫലങ്ങളുടെ ഈ ക്വാണ്ടിറ്റി അത് വളരെ കുറയും. ഇപ്പം ഗോതമ്പ് ആയിക്കോട്ടെ, അരി ആയിക്കോട്ടെ, ബാർലി ആയിക്കോട്ടെ, അങ്ങനെ ഓരോ രാജ്യത്തെയും അവരുടേതായ കാർഷിക വിളകൾക്ക് വലിയ നാശമുണ്ടാക്കും. ഇതിന് കാരണം ആരാ? ഇറാന്റെ ഈ കടുംപിടുത്തം അല്ലെങ്കിൽ അമേരിക്കയുടെ കടുംപിടുത്തം. ആരുടെയാണ് കടുംപിടുത്തം എന്നുള്ള കാര്യത്തിലാണ് പ്രശ്നം. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ കപ്പൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് അവിടെ പുതിയൊരു പാത വെട്ടിത്തുറക്കാം, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ്. അതേക്കുറിച്ച് ആലോചിക്കാനായിട്ട് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യ മന്ത്രിമാർ ചേർന്ന് ഒരു യോഗം നടത്തി. ഈ യോഗത്തിലുണ്ടായ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അമേരിക്കയുടെ ഈ നീക്കത്തോട് നമ്മൾ യോജിക്കേണ്ടെന്ന. കൃത്യമായിട്ട് പറഞ്ഞാൽ ജപ്പാൻ, ഓസ്ട്രേലിയ, സ്പെയിന്, സ്വിറ്റ്സർലൻഡ്, പോളണ്ട്, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ നിലപാട് വളരെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അതായത് ഞങ്ങൾ അമേരിക്കയെ സഹായിക്കുന്നില്ല. അപ്പോൾ വാണിജ്യ ഷിപ്പിങ്ങിന്റെ പാത ഉറപ്പാക്കേണ്ട ബാധ്യത റഷ്യയ്ക്കും ചൈനയ്ക്കും ജപ്പാനും നോർത്ത് കൊറിയയ്ക്കും ഒക്കെ ഉണ്ടെന്നാണ് ഈ അമേരിക്ക പറഞ്ഞു വെക്കുന്നത്. അതായത് ജപ്പാനിലേക്ക് പോകുന്ന കപ്പലുകളിലെ അല്ലെങ്കിൽ ഈ പറയുന്ന അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ വളം ഉൾപ്പെടെ എണ്ണ ഉൾപ്പെടെ കൊണ്ടുപോകുന്നതിൻ്റെ 95% കടന്നു പോകുന്ന ഹോർമുസ് വഴിയാണ്. ചൈനയിലേക്കുള്ളതിൻ്റെ 91% കടന്നു പോകുന്നത് ഇതുവഴിയാണ്. നോർത്ത് കൊറിയയിലേക്കും ഇതുവഴിയാണ് ഒരു ബഹുഭൂരിപക്ഷവും കടന്നു പോകുന്നത്. പക്ഷേ ഈ
രാജ്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് ഞങ്ങളെ സഹായിക്കാത്തത്? അമേരിക്ക ലോകത്തോട് ചോദിക്കുകയാണ്. അതിന് ഉത്തരം വളരെ കൃത്യമാണ്. ഇപ്പോൾ ഹോർമൂസിൽ ഇറാൻ കാണിക്കുന്ന ഈ ഒരു കടുംപിടുത്തം, ഈ കടുംപിടുത്തം എന്തിനാണെന്ന് വെച്ചാൽ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താറടിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ച 34 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു കടലിടുക്ക് വെച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ലോക സമ്പദ് വ്യവസ്ഥയെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. അതായത് ഭാവിയിൽ എപ്പോഴെങ്കിലും അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഭാഗത്തു നിന്ന് ഒരു യുദ്ധം ഉണ്ടായാൽ ഹോർമൂസിനെ വെച്ച് കളിക്കാനാകുമെന്ന് ഇറാൻ പ്ലാൻ ചെയ്തു പദ്ധതി ഇട്ടിരുന്നു. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൻ്റെ 2 ഭാഗങ്ങളിലും വലിയ തോതിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ ശേഖരം ഇവർ ഒരുക്കി വെച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം 5000 പൗണ്ടുള്ള ഈ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് ഇസ്രായേലും അമേരിക്ക അവിടെ ഇട്ടത്. ഈ ബസ്റ്റർ ബോംബിട്ട് ഇവയുടെ ഈ പറയുന്ന ക്വാണ്ടിറ്റി അതിനെ നശിപ്പിക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ വിചാരിക്കണം, ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് എവിടെ നിന്നാണ് അത്യാധുനിക മിസൈല്, എവിടെ നിന്നാണ് അത്യാധുനിക ഡ്രോൺ? അതൊന്നുമില്ല. പക്ഷേ ധാരാളം ഡ്രോണുകൾ ഒന്നിച്ചാക്രമിച്ചാൽ ആർക്ക് വേണമെങ്കിലും കേട് സംഭവിക്കാം. ഇപ്പൊ ജെറാദ് ഫോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ്. ഇത് ഈ പറയുന്ന തീരമേഖലയിലാണ് നേരത്തെ നങ്കൂരമിട്ടിരുന്നതെങ്കിൽ ഇറാൻ ആക്രമണം തുടങ്ങിയപ്പോൾ അത് കടലിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങി. എന്തുകൊണ്ടാണ്? ആയുധങ്ങളുടെ ആധുനികവൽക്കരണം കൊണ്ടല്ല, നിരന്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചാൽ ഈ കപ്പലിന്റെ കേടുപാട് സംഭവിക്കാം. 13 മുതൽ 14 ബില്യൺ ഡോളർ വരെയാണ് ഒരു യുദ്ധക്കപ്പലിന്റെ ചെലവ്. അത്രയും വിലയുള്ള ഒരു കപ്പൽ നശിച്ചാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്ര വലുതായിരിക്കും? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഈ കപ്പലിന്റെ ഒരു ഭാഗത്തിന് തീ പിടിച്ചു. അതായത് ആളുകൾ കിടക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ലോണ്ടറി ഉള്ള ഭാഗത്ത് തീ പിടിച്ചു എന്നാണ് പറയുന്നത്. 30 മണിക്കൂർ നിന്ന് കത്തി കപ്പൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് അത് അണയ്ക്കാൻ കഴിയുന്നില്ല. വൈമാനികരുടെ ഈ നേവി ഉദ്യോഗസ്ഥരുടെ കിടക്കകളും അവരുടെ ബാക്കിയുള്ള വസ്ത്രങ്ങളും അടക്കം കത്തിപ്പോയി. അതുകൊണ്ട് ഇത്തരം ഒരു ആക്രമണത്തിലൂടെ ലോകത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇപ്പം നീങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഊർജ്ജ ഉൽപാദനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അമേരിക്കയുടെ പല നിലപാടുകളും ഇങ്ങനെ തന്നെയാണ്. അമേരിക്കയ്ക്ക് വിജയം വേണം, ഞങ്ങളാണ് ലോക പോലീസ്, ലോക സൈനിക ശക്തി, ലോക സാമ്പത്തിക ശക്തി ഞങ്ങളാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ പറയുന്നതനുസരിച്ച് ലോകരാജ്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതാണ് അമേരിക്ക ചിന്തിക്കുന്നത്. ഇസ്രായേലിൻ്റെതായ ലക്ഷ്യമുണ്ട്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണല്ലോ. അപ്പൊ അവർക്ക് ഇറാനിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാലാകാലങ്ങളായി അവർ ഇങ്ങനെ അനുഭവിച്ചു വരുന്നവരാണ്. അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം അതിനുണ്ടാകണം. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെതിരെ തിരിയുന്നത്. പക്ഷെ അമേരിക്കയുടെ ലക്ഷ്യം അങ്ങനെയല്ല. ഇറാനിൽ എണ്ണയുണ്ട്, ആ എണ്ണയുടെ ഭൂരിഭാഗവും അമേരിക്കയിലേക്ക് കിട്ടണം, അതും കുറഞ്ഞ വിലയിൽ. അപ്പൊ അമേരിക്ക പറയുന്നിടത്ത് ഇറാൻ നിൽക്കണം. അതുകൊണ്ടാണ് ഇറാനിൽ ഒരു പാവ സർക്കാർ വരണം എന്നൊക്കെ അമേരിക്ക തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ അമേരിക്കയുടെ ചില താല്പര്യങ്ങൾക്ക് വലിയ അടിയാണ് ഹോർമൂസ് വഴി ഇറാൻ കൊടുത്തിരിക്കുന്നത്. കാരണം എണ്ണയുടെ തന്നെ 20 ദശലക്ഷം കടന്നു പോകുന്നത്, ബാരൽ എണ്ണ കടന്നു പോകുന്നത് ആ ചെറിയ കടലിടുക്ക് വഴിയാണ്. ആ കടലിടുക്ക് ഇറാന്റെ കയ്യിലാണ്. ആഗോള എണ്ണയുടെ 20% എന്ന് പറയുമ്പോൾ അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഒരു ദിവസം 2 കപ്പൽ വന്നുകൊണ്ടിരുന്നിടത്താണ് 18 ദിവസം യുദ്ധം പോയപ്പോൾ വന്നത് 4 കപ്പലിന് അടുപ്പിച്ചേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടാവുന്ന പാചകവാതക പ്രതിസന്ധി, എണ്ണ പ്രതിസന്ധി, ഇപ്പോൾ എണ്ണയുടെ പ്രതിസന്ധി ഇല്ല. കാരണം 74 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇനി കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടാം. ഇന്ത്യയെ സംബന്ധിച്ചും അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പൊ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക്, അമേരിക്ക കപ്പൽശാല ഉണ്ടാക്കുന്നതും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കാണ്. രാജ്യങ്ങളോട് ഹോർമൂസ് വഴി ഇറാന് നമ്മളെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും, ലോകത്ത് ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു തന്ത്രം അമേരിക്ക മെനയുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭക്ഷ്യക്ഷാമം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും, ഇപ്പൊ പാചകവാതക ക്ഷാമം തന്നെ ചെറിയ രീതിയിൽ ഉണ്ടായപ്പോൾ നമ്മുടെ വീടുകളിലെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലെ ഒക്കെ പ്രവർത്തനം തന്നെ നിലച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ യുദ്ധം നീണ്ടുപോയാൽ ലോകത്തുണ്ടാകുന്ന ദുരന്തം എന്ന് പറയും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്. ഈ അപകടകരമായ ജലാശയങ്ങളിലൂടെ കപ്പലുകൾ, അതായത് എണ്ണ ടാങ്കറുകൾ പോകുമ്പോൾ ഒരു ബഹുരാഷ്ട്ര നാവിക സംവിധാനത്തിലൂടെ പിന്തുണ നൽകുക, ഇതാണ് ഡൊണാൾഡ് ട്രംപിന്റെ തന്ത്രം. അത് ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അവർക്ക് കപ്പലുകൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകും, ഞങ്ങൾ സഹായം നൽകുമെന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ രാജ്യങ്ങളും അതിനോട് യോജിച്ചില്ല. ഈ നോർത്ത് കൊറിയ,
ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ നിലപാടുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. ട്രംപ് ഞെട്ടിപ്പോയി. കാരണം ലോകത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബാരലിന് ഈ എണ്ണ വില 200 മുകളിലേക്ക് എത്തിയാൽ ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും. ഈ സാമ്പത്തിക മാന്ദ്യം കാർഷിക മേഖലയെ ബാധിക്കും, ഭക്ഷ്യോൽപാദന മേഖലയെ ബാധിക്കും, ഒപ്പം എണ്ണയ്ക്ക് ക്ഷാമം നേരിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മേഖലയിലും ബാധിക്കും. ഇപ്പൊ തന്നെ പറഞ്ഞതുപോലെ ഊർജ്ജം, ഈ ഗ്യാസ് കിട്ടുന്നില്ല. ഗ്യാസ് കിട്ടാതായതോടുകൂടി നമ്മുടെ നാട്ടിലുള്ള ചായക്കടകൾ, ഹോട്ടലുകളെല്ലാം അടച്ചു. മാത്രമല്ല ഉള്ള കടകളിൽ ചായയുടെ വില വർദ്ധിപ്പിക്കുന്നു. ചെറിയ കാര്യമല്ല. ഇതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുന്നത്. അതായത് വരുമാനം കൂടുന്നില്ല, പക്ഷെ ചെലവ് കൂടി വരുന്ന ഒരവസ്ഥ. എങ്ങനെ ജനങ്ങൾ ഇതിനെ അതിജീവിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, US അകമ്പടിയോടുകൂടി ഹോർമൂസിന്റെ അവിടെ സമാന്തരമായ ഒരു പാത തുറന്ന് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഈ മറ്റ് രാജ്യങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. കാരണം 16 കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇന്ത്യൻ ഫ്ലാഗ് അല്ലെ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾ, അതുപോലെ തന്നെ ചൈനീസ് കപ്പലുകളെ മാത്രമാണ് ഇവർ കടത്തിവിടുന്നത്. അതുകൊണ്ട് ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ട് നാറ്റോ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്താം ഇറാനുമായിട്ട്. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഇറാനുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം അവിടുത്തെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഇറാനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വലിയ ലോക പോലീസ് കളിക്കുമെങ്കിലും ഇറാൻ ഒന്ന് നെഞ്ചി വിരിച്ച് നിന്നപ്പോഴേക്കും അവരുടെ കയ്യിലെ കാര്യങ്ങൾ കൈവിട്ടുപോയി. എന്തിന്? ജെറാഡ് ഫോർഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലിനെ വരെ ഇവർ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ തകർന്നുപോയി. അപ്പോൾ ഒന്നിലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരേ സമയം ആക്രമണം നടത്തിയാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർക്കാൻ കഴിയുമെന്ന് ഇറാന് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഊർജ്ജ വിതരണത്തിനുൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന GCC രാജ്യങ്ങളാണ്. GCC രാജ്യങ്ങളുടെ എണ്ണയും പോകണമെങ്കിൽ ഹോർമൂസ് കടലെടുക്കുകയേ പോകുന്നുള്ളൂ. അവിടെയും ഇറാൻ ആക്രമണം നടത്തുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ലോകം ഒരു വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് പതിയെ പോകുന്നു. വളത്തിൻ്റെ ലഭ്യതക്കുറവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമോ എന്ന ഭയാശങ്കയിലാണ് ലോകം എന്ന് പറയുന്നു. അത് അമേരിക്കയാണ് കാരണക്കാരെന്ന് പറയുന്നത്. തെറ്റു പറയാനും പറ്റില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. കാരണം അമേരിക്കയുടെ ഈ നീക്കം ലോകത്തെ തന്നെ നാശത്തിലേക്കാണ് എത്തിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.